ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തൊക്കെയാണ്? മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോകുന്നു, ഫുഡ് അടിക്കുന്നു, കേക്ക് കട്ടിങ്. നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്തൊരു സിനിമയല്ലേ അത്? അപ്പൊ എന്തായാലും കണ്ടിട്ട് വരാം അല്ലേ? ഗ്രാൻഡ് മാൾ. അപ്പോൾ അതേ ഒരു സൈഡിൽ കൂടി നമ്മുടെ എൽഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മറ്റേ സൈഡിൽ കൂടി നമ്മുടെ സിയാൻകുട്ടിനെ സ്കൂളിൽ വിടാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവന് നമ്മൾ ഇഡ്ഡലിയാണ് കൊടുത്തു വിടുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡിന് ചോറും ക്യാരറ്റും ആട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് മാക്സിമം ചോറൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിടുന്നത്. കാരണം സ്കൂളിൽ അവന് പല മൂഡായതുകൊണ്ട് എങ്ങനെയാണ് കഴിക്കുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ചോക്ലേറ്റ് കൊണ്ടുവന്നു കേട്ടോ. പുള്ളി ദോഹയിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ ചോക്ലേറ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരുടെ ബർത്ത്ഡേ അല്ലേ ഒന്ന് കൊടുത്തേക്കാന്ന് കരുതി കേട്ടോ. കാരണം ചോക്ലേറ്റിനാണ് ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ തല്ലല്ല, ആക്ച്വലി കോമ്പറ്റീഷനുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ഇഡ്ഡലിയും ഇതും കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് കൊടുത്തതാണ് കേട്ടോ, ചോക്ലേറ്റ് കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. കാരണം സമയമില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിന്ന് ഫിലിം കാണാൻ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 10:30ക്കാണ് ഷോ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയം വേഗം തന്നെ യൂട്ടിലൈസ് ചെയ്ത് വേഗം എല്ലാവരും ഫുഡ് കഴിക്കാനും അതിന് ഇതിനായിട്ടൊക്കെ കിടന്ന് ഓടുക കേട്ടോ. ഓട്ടമാണ്. 10:30ക്കാണ്, ഞങ്ങളിപ്പോൾ 9:45 എള്ളിന് റൗണ്ട് ഓടി. വേറെ ഒന്നുമല്ല, പാല് ഗേറ്റിംഗ് വെച്ചിട്ടായിരുന്നു, വീട്ടിൽ പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി പോയതാണ്. മൊത്തം ഓട്ടമാണല്ലേ സിനിമ കാണാനായിട്ട് വേണ്ടി. എനിക്ക് ഫിലിമിൻ്റെ പേര് വരുന്ന വരെ നോക്കിയിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിലോൺ ബേക്കറിയിലോട്ട് കയറി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാട്ടോ. കാരണം അത്ര നല്ല നീറ്റായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ മൂവാറ്റുപുഴയിലാട്ടോ വന്നേക്കുന്നത്. ഫുഡാണെങ്കിൽ അടിപൊളി ഫുഡാണ്. അപ്പോൾ എൽഡിൻ ഇങ്ങനെ അഭിപ്രായം പറയുമായിരുന്നു കേട്ടോ, ഫിലിമൊക്കെ നല്ല അടിപൊളിയായിരുന്നു എന്ന് പറയുക കേട്ടോ. അപ്പോൾ ബാക്കിൽ മ്യൂസിക്കൊക്കെ ഇട്ടേക്കുന്ന കാരണം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫിലിമാണ്. നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു ഫിലിമാണ് കേട്ടോ. OTTയിലോ അങ്ങനെയൊന്നും വന്ന് കാണേണ്ട ഫിലിമേ അല്ല. ആ ഒരു റിയാലിറ്റിയുടെ ഇതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ സത്യമായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ. അത്ര അടിപൊളിയായിട്ടൊരു ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ഇറങ്ങിയ എല്ലാ ഫിലിമും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊന്നും കൊടുത്തില്ലേ, ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്, അതേപോലെ തന്നെ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നതൊക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കാട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് മേടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ നമുക്കിതാണ് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു കേക്ക് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഫുഡ് പുറത്തേന്ന് കഴിക്കുക, ഒരുമിച്ച് കുറച്ച് നേരമാണെങ്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു നിമിഷം എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഡയമണ്ട് നെക്ലെസ് മേടിച്ചു കൊടുത്തു, റിങ് മേടിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി ഗോൾഡോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരുപാട് ഞാൻ ഇടാത്ത ആളാണ് ഞാൻ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലും ഇല്ല എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ കേക്ക് വന്നിട്ട് നമ്മുടെ സിയാൻകുട്ടൻ്റെ ടീച്ചർ കേക്ക് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ ഉണ്ടാക്കി തന്ന കേക്കാണിത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരുപാട് മധുരം അങ്ങനെ ഒന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് അന്ന് നല്ല യമ്മി ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. Happy birthday to you. Happy birthday dear Eldin. Happy birthday to you. പപ്പാ ഇതിന്റെ ഫീസ് എനിക്ക് അല്ലേ? അവന്റെ കൈ കൊടുത്ത പപ്പയ്ക്ക് കൊടുത്തേ. ഗുഡ് ബോയ്. കൈ ഒട്ടിക്കേ. ഹാപ്പി ബർത്ത്ഡേ കൈ ഒട്ടിയില്ലല്ലോ. കൈ ഒട്ടിക്ക് സിയാൻ. കൈ ഒട്ടടാ. എന്താ ആലോചിക്കണേ?
ആ അത് കുഴപ്പമില്ല. ഇനി പപ്പയ്ക്കോ എടുത്ത് ഇത്തിരി. അപ്പൊ എനിക്കില്ലേ അല്ലേ? ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ വളരെ അടിപൊളിയായിരുന്നു. അപ്പൊ ഞാൻ സിനിമയൊക്കെ മഞ്ഞുമൽ ബോയ്സ് കണ്ടു. അടിപൊളി സിനിമയാണ്. അതിന്റെ വിഷ്വൽ എഫക്ട്സും എല്ലാം കൊണ്ടും നല്ല സിനിമയാണ്. പിന്നെ ബോക്സ് ഓഫീസ് തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതായത് ടിവിയിലൊക്കെ OTT-യിലൊന്നും വരുമ്പോൾ കാണേണ്ട ഒരു ഫിലിമേ അല്ല കേട്ടോ. ശരിക്കും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഫിലിമാണ്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിലിരിക്കുമ്പോൾ ഞാൻ തിയേറ്ററിൽ തന്നെയാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വന്നിട്ട് അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഈ ഇന്റർവ്യൂ ഒക്കെ കുറെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബില്. അതൊക്കെ ആരെങ്കിലും നോക്കുമായിരുന്നു, റിവൈൻഡ് ചെയ്ത് ഒന്നോടെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ. അതെ, ഈ പ്രാവശ്യം ഇറങ്ങിയ എല്ലാ ഫിലിം, ഈ വർഷത്തെ ഇറങ്ങിയ എല്ലാ ഫിലിമും നല്ല അടിപൊളിയാണ്. അതെ, അപ്പൊ എന്തായാലും ഫിലിം എല്ലാവരും പോയി. പ്രേമലും നല്ലതാണ്, അതേപോലെ തന്നെ നമ്മുടെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് നല്ല അടിപൊളിയാണ്. അതൊക്കെ രണ്ടും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ നോക്കാം. OTT-യിൽ വരുന്നവർ നോക്കിക്കരുത്. അതെ, അതെനിക്ക് പിന്നെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ ഫാൻസി തല്ലരുത്. പക്ഷെ എനിക്ക് പറയാൻ കുഴപ്പമില്ല. എനിക്ക് എബോ ആവറേജ് ആയിട്ട് അന്വേഷണം കണ്ടത് ടോവിനോട് നല്ല അഭിനയമാണ്, വ്യത്യസ്തമായ ഒരു അഭിനയമാണ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഫിലിം എന്ന് പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സും പ്രേമലുമാണ്. പ്രേമലും നല്ല പടാന്ന് പറയുന്നുണ്ട്, കാണാൻ പറ്റില്ല. കളക്ഷൻസ് ഒക്കെ ഒത്തിരി കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ ഇനിയിപ്പോ അടുത്ത് ഇന്നത്തെ ബ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.